ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ലിമിറ്റേഷൻസുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് കൺസിഡേഴ്സ് സ്റ്റുഡൻസ് ആസ് ആൻ ആക്റ്റീവ് ലേണർ ആൻഡ് ടീച്ചർ ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് നോളേജ് കൺസ്ട്രക്ഷൻ ബൈ ദ സ്റ്റുഡൻസ്. ആസ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം ഈസ് ലേണർ സെൻറ്റേർഡ്, മാക്സിമം ഫ്രീഡം ഈസ് ഗിവൺ ടു ദ സ്റ്റുഡൻസ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ ആക്റ്റീവ് റോള് സ്റ്റുഡൻസിനാണ്. ടീച്ചറിൻ്റെ റോള് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നത് മാത്രമാണ്. ഇവിടെ സ്റ്റുഡൻസ് സ്വന്തമായിട്ടാണ് നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഇവിടെ ലേണർ സെൻറ്റേർഡ് അപ്രോച്ചാണിത്. ഇവിടെ ലേണേഴ്സിന് മാക്സിമം ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസ് റൂമിൽ. Features: learning involve inventing ideas rather than accumulating facts. Learning depends on what the students already know. ഇവിടെ ലേണിംഗ് നടക്കുന്നത് സ്റ്റുഡൻസിന് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ, അവരുടെ പ്രീവിയസ് നോളേജിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്റ്റുഡൻസ് ന്യൂ നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്ത് എടുക്കുന്നത്. എൻകറേജ് ലേണിംഗ് റാദർ ദാൻ ഇൻസ്ട്രക്ഷൻ. സ്റ്റുഡൻസിൻ്റെ ലേണിങ്ങിനെയാണ് ഇവിടെ കൂടുതൽ എൻകറേജ് ചെയ്യുന്നത്, അല്ലാതെ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ അല്ല. സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ്നെസ്, ഇതൊരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. ഇവിടെ സ്റ്റുഡൻസ് ആണ് നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. പ്രോസസ് ഓറിയൻറ്റഡ് അപ്രോച്ച്, ഇവിടെ പ്രോസസ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ലേണിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്, അല്ലാതെ പ്രോഡക്റ്റിനല്ല. ലേണർ ഓട്ടോണമി, ഇവിടെ ലേണേഴ്സ് മാക്സിമം ഓട്ടോണമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഈസ് അഡോപ്റ്റഡ്, ഇവിടെ സ്റ്റുഡൻസിൻ്റെ ലേണിങ്ങിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഈസ് ഗിവൺ ടു ദ ലേണേഴ്സ്. നമുക്കറിയാം എല്ലാ ലേണേഴ്സും ഒരുപോലെയല്ല. ചില ലേണേഴ്സ് ഹൈ അച്ചീവർ ആയിരിക്കും, ചില ലേണേഴ്സ് ലോ അച്ചീവർ ആയിരിക്കും, ചില ലേണേഴ്സ് ആവറേജ് ലെവൽ അച്ചീവർ ആയിരിക്കും. അപ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓരോ സ്റ്റുഡൻസിനും സ്പെഷ്യൽ അറ്റൻഷൻ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് യൂസ് സ്കഫോൾഡിംഗ് ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ് പ്രോസസ്സ്. ഇവിടെ സ്കഫോൾഡിങ് നമുക്കറിയാം, സ്കഫോൾഡിങ് നമ്മൾ ബൈഗോസ്കിയുടെ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടീച്ചർ ഒരു കൈത്താങ്ങായിട്ട് മാറുകയാണ് ലേണിങ്ങിൽ ചെയ്യുന്നത്. അതുവഴി സ്റ്റുഡൻസ് സ്വന്തമായി നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻകറേജ് റിഫ്ലക്റ്റീവ് തിങ്കിങ്ങിനെ ഇവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സപ്പോർട്ട് കോപ്പറേറ്റീവ് ലേണിംഗ്. കരിക്കുലം ഇൻവോൾവ്സ് project, assignment, field trip, seminar, debates and club activities. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പുള്ള ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ്. പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ്, ഫീൽഡ് ട്രിപ്പ്, സെമിനാർ, ഡിബേറ്റ്സ്, ക്ലബ് ആക്ടിവിറ്റീസ്, ഇതിലൂടെയൊക്കെയാണ് സ്റ്റുഡൻസ് നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഇവിടെ ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റുഡൻസ് ഗ്രൂപ്പായി ഡിസ്കസ് ചെയ്ത് അവർ സ്വന്തമായാണ് നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്ത് എടുക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബെനഫിറ്റ്, ഫീച്ചേഴ്സൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിന് ചില ലിമിറ്റേഷൻസും കൂടെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ടൈം കൺസ്യൂമിങ്, ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. കാരണം സ്റ്റുഡൻസ് അവരുടെ പ്രീവിയസ് നോളേജിനെ ബേസ് ചെയ്തുകൊണ്ട് നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുകയാണിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ ടൈം ആവശ്യമായി വരുന്നുണ്ട്. ഇറ്റ് റിക്വയർസ് ഹൈലി കോമ്പിറ്റൻറ്റ് ടീച്ചേഴ്സ്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനും സ്റ്റുഡൻസിനെ സ്വന്തമായി നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് ഹൈലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ടീച്ചറെ തന്നെ ആവശ്യമുണ്ട്. അതും ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസായി പറയാം. Starting the class from knowledge base of the learner is difficult in a class with students of different എബിലിറ്റി ലെവൽ. നമുക്കറിയാം
ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റി ലെവലിലെ സ്റ്റുഡൻസ് ഓരോ ക്ലാസ് റൂമിലും ഉണ്ടാവും. അപ്പോൾ അവരുടെ നോളേജ് ലെവലും വ്യത്യസ്തമായിരിക്കും, അവരുടെ പ്രീവിയസ് നോളേജ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ അവരുടെ നോളേജിനെ ബേസ് ചെയ്തുകൊണ്ട് കൺസ്ട്രക്റ്റ് ചെയ്യും. ചില കുട്ടികൾക്ക് അങ്ങനെ പറ്റണമെന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലിമിറ്റേഷനായി പറയാം. റിയലൈസിങ് സെറ്റ് പി ഡി ഓഫ് ദ ലേണർ ഈസ് ഡിഫിക്കൽട്ട് ഇൻ എ ക്രൗഡഡ് ക്ലാസ് റൂം. നമുക്ക് സ്റ്റുഡൻസിൻ്റെ സെറ്റ് പി ഡി കണ്ടുപിടിക്കുക എന്നത് ഒരു ക്രൗഡഡ് ക്ലാസ് റൂമിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സെറ്റ് പി ഡി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് വൈഗോസ്കിയുടെ തിയറിയിൽ. സെറ്റ് പി ഡി എന്ന് പറയുന്നത് സോൺ ഓഫ് പ്രോക്സിമോഡിയൽ ഡെവലപ്മെൻ്റ് ആണ്. അതായത് സ്റ്റുഡൻസിൻ്റെ കറണ്ട് എബിലിറ്റി ലെവലും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സെറ്റ് പി ഡി. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ടു ക്രിയേറ്റ് ഡീറ്റെയിൽഡ് ലെസൺ പ്ലാൻ. നമുക്കറിയാം സ്റ്റുഡൻസിന് സ്വന്തമായിട്ട് നോളേജ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ലെസൺ പ്ലാൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അതും ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായി പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.